അമേരിക്ക വിചാരണ നടപടികൾ ആരംഭിച്ചതോടെ അദാനി ഗ്രൂപ്പിന് കെനിയയിലും വൻ തിരിച്ചടി. തലസ്ഥാനമായ നൈറോബി വിമാനത്താവളം 30 വർഷത്തേക്ക് കൈമാറിയതും കെനിയയിലെ വൈദ്യുത വിതരണ കരാറും റദ്ദാക്കി. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറിയതിന് സമാനമായ വ്യവസ്ഥകളായിരുന്നു നൈറോബി വിമാനത്താവളത്തിലും. നടത്തിപ്പ് മാത്രമല്ല, ജീവനക്കാരുടെ നിയമനവും വ്യാപാരവും ഉൾപ്പെടെ സമ്പൂർണ്ണമായി അദാനി ഗ്രൂപ്പിന് കൈമാറിയായിരുന്നു കഴിഞ്ഞ മാസം കരാർ ഒപ്പിട്ടത്. ഇതിനൊപ്പം കെനിയയിൽ പവർ ഗ്രിഡുകളിൽ നിന്ന് വൈദ്യുതി ലൈൻ വലിക്കാനുള്ള കരാറും അദാനി ഗ്രൂപ്പിന് നൽകിയിരുന്നു. രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാരോപിച്ച് കെനിയയിൽ വലിയ പ്രക്ഷോഭം ആരംഭിച്ചെങ്കിലും സർക്കാർ കാര്യമാക്കിയിരുന്നില്ല. എന്നാൽ അമേരിക്കയിൽ വിചാരണ നടപടികൾ തുടങ്ങിയ ദിവസം കരാർ റദ്ദാക്കിയതായി പ്രസിഡന്റ് വില്യം റൂത്തോ പ്രഖ്യാപിച്ചു. അമേരിക്ക നടപടി തുടങ്ങിയ ദിവസമാണെങ്കിലും അദാനി ഗ്രൂപ്പിനെ കുറിച്ച് അന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നാണ് പ്രസിഡന്റ് അറിയിച്ചത്. കെനിയയിലെ സംയുക്ത പാർലമെന്ററി സമിതിയും അന്വേഷിക്കുന്നുണ്ട്. ഇതിനൊപ്പം കെനിയയുമായി സൗഹൃദമുള്ള രാജ്യങ്ങൾ അദാനി ഗ്രൂപ്പിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയെന്നും പ്രസിഡന്റ് റൂത്തോ പറഞ്ഞു. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും തിരക്കുള്ള വിമാനത്താവളങ്ങളിൽ ഒന്നാണ് നെയ്റോബിയിലെ ജോമോ കെനിയാറ്റ വിമാനത്താവളം. 6 പതിറ്റാണ്ട് പിന്നിട്ട വിമാനത്താവള കരാർ കൈമാറിയതിൽ അഴിമതിയുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.